ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. തിരുവചന വായനയുടെയും ധ്യാനത്തിൻ്റെയും 190 ദിനങ്ങൾ പിന്നിടുവാൻ ദൈവം നമ്മളെ ഇടയാക്കി. അതിനായി ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്നത്തെ നമ്മുടെ വായന ഭാഗം സങ്കീർത്തനങ്ങൾ 140 മുതൽ 144 വരെ. ഇന്നത്തെ കുറിവാക്യം എസ്തേറിൻ്റെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം. രാജ്ഞിയായ വസ്തിയും അഹശ്വേരോശ് രാജാവിൻ്റെ രാജധാനിയിൽ വെച്ച് സ്ത്രീകൾക്ക് ഒരു വിരുന്ന് കഴിച്ചു. പേർഷ്യൻ രാജാവായ അഹശ്വേരോശിൻ്റെ പ്രഥമ പത്നിയും പേർഷ്യയിലെ രാജ്ഞിയുമായിരുന്നു വസ്തി. ഈ രാജ്ഞി സുമുഖിയും മനോഹര രൂപിണിയും ആയിരുന്നു എന്ന് തിരുവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അഹശ്വേരോശ് രാജാവ് തൻ്റെ വാഴ്ചയുടെ 3-ാം വാർഷികം വളരെ ആഡംബരമായി ആഘോഷിക്കുന്നു. രാജ്യത്തെ ചെറിയവർ മുതൽ വലിയവർക്കു വരെ ആ വിരുന്നിൽ സ്ഥാനം ലഭിച്ചു. ഇതോടൊപ്പം തന്നെ രാജ്ഞിയായ വസ്തിയും അഹശ്വേരോശ് രാജാവിൻ്റെ രാജധാനിയിൽ വെച്ച് സ്ത്രീകൾക്ക് ഒരു വിരുന്ന് കഴിച്ചു. എന്നാൽ ഈ വിരുന്നിൻ്റെ അവസാനം വസ്തിയുടെ ജീവിതത്തിൽ ചില തകിടം മറിച്ചിലുകൾ സംഭവിക്കുന്നു. ഈ സംഭവത്തിൽ നിന്നും വസ്തി രാജ്ഞിയിൽ പ്രകടമാകുന്ന ചില സ്വഭാവ സവിശേഷതകൾ നമുക്ക് ചിന്തിക്കാമെന്നത്രേ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട്, ദൈവം നൽകിയ അനുഗ്രഹങ്ങളിൽ അഹങ്കരിക്കാത്ത വസ്തി രാജ്ഞി. ഏവരും തങ്ങളുടെ ജീവിതത്തിൽ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ ദൈവം വസ്തിക്ക് സ്വതസിദ്ധമായി നൽകിയ അനുഗ്രഹം സൗന്ദര്യമാണ്. എസ്തേറിൻ്റെ പുസ്തകം 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ കാണുന്നു, അവൾ സുമുഖിയായിരുന്നു എന്ന്. ഉള്ള സൗന്ദര്യത്തിൽ അഹങ്കരിക്കുകയോ അതിന് വഴിതെളിക്കുന്ന സാഹചര്യങ്ങൾക്ക് വശംവദയാകുകയോ ചെയ്യുന്നില്ല. സൗഹൃദങ്ങൾ ധാരാളമുള്ള വ്യക്തിയായിരുന്നു വസ്തി രാജ്ഞി. കാരണം രാജാവ് വിരുന്ന് നടത്തിയപ്പോൾ രാജ്ഞി തൻ്റെ സ്ത്രീ സൗഹൃദങ്ങളെ മറന്നു പോകുന്നുമില്ല. മാത്രവുമല്ല, തൻ്റെ സുഹൃത്തുക്കളുടെ മുന്നിലും പൊങ്ങച്ചമോ ആർഭാടപൂർവമായോ സൗന്ദര്യം അമിതമായി പ്രകടിപ്പിക്കുന്ന തരത്തിലോ പെരുമാറുന്നില്ല. അങ്ങനെ ദൈവം തനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, അതായത് സൗന്ദര്യം, സമ്പത്ത്, രാജ്ഞി പദവി, ഇവയിലൊന്നും നിഗളമോ അഹങ്കാരമോ ഇല്ലാത്ത വ്യക്തിയായി വസ്തി രാജ്ഞിയെ നമുക്ക് കാണാവുന്നതാണ്. രണ്ടാമതായിട്ട്, നിലപാടുകളിൽ വ്യക്തതയുള്ള വസ്തി രാജ്ഞി. അഹശ്വേരോശ് രാജാവ് തൻ്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ശൂശൻ രാജധാനിയിൽ കൂടിയിരുന്ന വലിയവരും ചെറിയവരുമായ സകല ജനത്തിനും രാജധാനിയുടെ ഉദ്യാന പ്രാകാരത്തിൽ വെച്ച് 7 ദിവസം വലിയ വിരുന്ന് കഴിക്കുന്നു. അവിടെ കാണുവാൻ സാധിക്കുന്നത് വിവിധ ആകൃതിയിലുള്ള പൊൻപാത്രങ്ങളിലായിരുന്നു അവർക്ക് കുടിപ്പാൻ കൊടുത്തത്. രാജവീഞ്ഞും രാജപദവിക്ക് ഒത്തവണ്ണം ധാരാളം ഉണ്ടായിരുന്നു എന്ന്. അങ്ങനെ ആ വിരുന്നിൻ്റെ അവസാന ദിവസം അഹശ്വേരോശ് വീഞ്ഞു കുടിച്ച് ആനന്ദമായിരിക്കുമ്പോൾ തൻ്റെ ഷണ്ഡന്മാരോട് ഇപ്രകാരം പറയുന്നു. ഇവിടെ കൂടിയിരിക്കുന്നവരുടെ മധ്യത്തിൽ വസ്തി രാജ്ഞിയുടെ സൗന്ദര്യം കാണിക്കേണ്ടതിന് അവളെ രാജകിരീടം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരുവാനായിട്ട്. എന്നാൽ ആ രാജകൽപ്പന മറുത്തു വസ്തി രാജ്ഞി അവിടെ ചെല്ലാതിരിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ വ്യക്തമായ നിലപാടുകൾ എടുക്കുന്ന വ്യക്തിയായി വസ്തി രാജ്ഞിയെ നമുക്ക് മനസ്സിലാക്കാം. കാരണം രാജകൽപ്പനയെ മറുത്താൽ അത് ദ്രോഹമാണ്. എന്നാൽ വരുവാനായിട്ട് പോകുന്ന ഭവിഷ്യത്തുകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നോ പറയുവാൻ വസ്തി രാജ്ഞിക്ക് സാധിച്ചു. അങ്ങനെയെങ്കിൽ വസ്തി രാജ്ഞിയെപ്പോലെ ജീവിതത്തിൽ ശക്തവും വ്യക്തവുമായ തീരുമാനങ്ങൾ എടുക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങളിൽ നിഗളിച്ചു പോകാതിരിക്കുവാനും ഞങ്ങളുടെ നിലപാടുകളിൽ വ്യക്തതയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.